തിളങ്ങും മിന്നാമിനുങ്ങി കൊഞ്ചിപ്പറക്കും കുഞ്ഞാറ്റ കിളി. ഉറ്റവരും ഉടയവരുമില്ലാത്ത ആളുകൾ താമസിക്കുന്ന കാക്കനാട് കരുണാലയത്തിലെ ക്രിസ്തുമസ് ആഘോഷമാണ് ഇത്. വളരെ ശ്രദ്ധേയമായി ഈ പ്രോഗ്രാം ഇത് സംഘടിപ്പിച്ചത് തൃക്കാക്കര ഭാരതമാതാ കോളേജ്. പുൽക്കൂടുകൾ എല്ലാം ഒരുക്കി അത്രത്തോളം വളരെ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷമായിരുന്നു ഇത്. നമ്മൾക്കറിയാം, ഉറ്റവരും ഉടയവരും ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ. അവരെ നല്ല രീതിയിൽ പരിചരിക്കുന്ന സിസ്റ്റർമാർ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നം, അവർക്കൊപ്പം കൈകോർക്കാൻ, അവരോടൊപ്പം അവരുടെ സന്തോഷത്തോടൊപ്പം കൈകോർത്തുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇപ്പോൾ നമ്മൾക്ക് കാണാം. അവരോടൊപ്പം ഡാൻസ് ചെയ്യാൻ, അവരെ ഒന്നിച്ച് ഇവരുടെ കൂടെ കളിപ്പിക്കാൻ, ഒന്നിച്ച് ആഘോഷിക്കാൻ, ഉല്ലസിക്കാൻ, സന്തോഷിക്കാൻ എല്ലാം ഇവർ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ദൈവത്തിൻ്റെ എന്തൊക്കെയോ പ്ലാനുകളാണ് വീണ്ടും ഞങ്ങളിവിടെ കൊണ്ടുവരാനായിട്ട് ഇടയാക്കിയത്. ഭാരതമാതാ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് എന്ന് തന്നെ തോന്നിപ്പോകും. കാരണം ഇങ്ങനെയുള്ള കോളേജുകൾ കുട്ടികൾ കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. ഇത് അവരെ കൊണ്ടുവന്ന് കാണിക്കാനും ഇവരുടെ അവസ്ഥകൾ ഇതുപോലെ ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഇല്ലാതിരിക്കാൻ, അച്ഛനെയും അമ്മയും കുടുംബത്തെയും കൃത്യമായി നോക്കാൻ, പരിപാലിക്കാൻ എല്ലാം നമ്മൾക്ക് സാധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ നമ്മൾക്കും അവരോടൊപ്പം കൈകോർക്കാൻ സാധിക്കും എന്ന ഒരു നല്ല സന്ദേശമാണ് ഭാരതമാതാ കോളേജ് നൽകുന്നത്. എടുത്തു പറയേണ്ട ഒന്ന്, ഈ കരുണാലയത്തിലെ കരുണയുള്ള നിരവധി സിസ്റ്റർമാർ, ഇവരോടൊപ്പം കൈകോർത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ത്രിമധുരമാകുന്നത് MLA ഉൾപ്പെടെയുള്ള മറ്റു ജനപ്രതിനിധികൾ, അങ്ങനെ നിരവധി ആളുകളുടെ പങ്കാളിത്തം എല്ലാം കൊണ്ടും ശ്രദ്ധേയമായി കരുണാലയത്തിലെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം. ദൈവം അമലാസുതനെ ആരാരിരോ. ഇവിടെയുള്ള അന്തേവാസികളെ പറ്റി പറയുകയും സിസ്റ്ററിൻ്റെ ഓരോ വാക്കിലും ഇവിടെയുള്ള ഓരോരുത്തരെ പറ്റിയുമുള്ള ഒരു കരുതൽ നമ്മൾ കേൾക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ധാരാളം ആളുകളുണ്ട്. അവരിൽ ഒരു വിഭാഗത്തെ പോറ്റി വളർത്താൻ, കരുണയോടെ കാണാൻ ഈ SD സിസ്റ്റേഴ്സിന് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവരെ അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.